കോൺഗ്രസിൽ വി.ഡി. സതീശന്റെ പ്ലാൻ 63-യെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. പ്ലാനുമായി മുന്നോട്ടു പോകാനാണ് വി.ഡി. സതീശന്റെ തീരുമാനം. കോൺഗ്രസിലെ തർക്കത്തിൽ യു.ഡി.എഫിലെ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. തർക്കം തുടരുന്നതിനിടെ കോൺഗ്രസ് പുനഃസംഘടനയിൽ ചർച്ച തുടരും. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഇന്ന് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി ഒരു ഫോർമുല കൊണ്ടുവരുമ്പോൾ അതിനും പ്രതിഷേധമാണോ? എന്താണ് കോൺഗ്രസിൽ കാണുന്ന കാഴ്ച? എന്തായാലും വലിയ പോര് കോൺഗ്രസ് തുടരുകയാണ്. അത് വി.ഡി. സതീശൻ, കെ സുധാകരൻ പോര് തുടരുന്നതിനിടെ യു.ഡി.എഫിലും അതൃപ്തി അതിരൂക്ഷമായി വരുന്നുണ്ട്. പുനഃസംഘടനയും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും, ഈ രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസിൽ കീറാമുട്ടിയായി നിലവിൽ തുടരുന്നത്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്ലാൻ 63 എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചത്. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോൾ പോലും ഒരു എതിർപ്പ് അതിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അപ്പോൾ വി.ഡി. സതീശൻ ചോദിച്ചത് ഈ രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ എവിടെയാണ് ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതെന്നാണ്. നിലവിലെന്തായാലും കോൺഗ്രസ് 63 സീറ്റിലേക്ക് ജയിക്കുന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരണം, അല്ലെങ്കിൽ ആ പ്രവർത്തനം അങ്ങനെ പോകണം എന്നാണ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഈ കോൺഗ്രസിൽ ഈ തർക്കവും ഭിന്നതയും അതിരൂക്ഷമായി തുടരുകയാണ്. അതിനിടെ എങ്ങനെയാണ് പ്ലാൻ 63 നടപ്പിലാകുക എന്ന ചോദ്യമാണ് ഈ കോൺഗ്രസിനുള്ളിൽ ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ യു.ഡി.എഫിലും ആ ചർച്ച എന്തായാലും വരികയാണ്. നിലവിലെന്തായാലും പുനഃസംഘടനയും കോൺഗ്രസിന് വലിയ തലവേദനയാണ്. അതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നിലവിലെന്തായാലും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലെന്തായാലും ദീപാദാസ് മുൻഷി അവർ കേരളത്തിലേക്ക് വീണ്ടും തിരിച്ച് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ തന്നെ സംസ്ഥാനത്ത് നേതൃമാറ്റം അത് സംസ്ഥാനത്തെ നേതാക്കൾ തന്നെ പറയണമെന്നാണ് ദീപാദാസ് മുൻഷി മുന്നോട്ട് വെച്ചത്. പക്ഷേ അത്തരത്തിൽ ഒരു പേര് മുന്നോട്ടേക്ക് കടന്നു വന്നതുമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ യു.ഡി.എഫിനുള്ളിൽ തന്നെ മറ്റ് ഘടകകക്ഷി നേതാക്കളും അഭിപ്രായ ഭിന്നതയുമായി എത്തിയിരിക്കുകയാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന കാര്യം, ഈ കെ സുധാകരനും വി.ഡി. സതീശനും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചിരിക്കാതെ എങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന ചോദ്യമാണ് യു.ഡി.എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ചോദിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ യു.ഡി.എഫ് യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുത്തിരുന്നില്ല. അതിനെ നിശ്ചിതമായി തന്നെ നേതാക്കൾക്കിടയിൽ പരസ്യമായി പറഞ്ഞെങ്കിൽ പോലും അവർ കൃത്യമായി തന്നെ പറയുന്നു. എങ്ങനെയാണ് പിന്നെ ഈ യു.ഡി.എഫിൽ അഭിപ്രായം പറയുക എന്ന ചോദ്യമാണ് എന്തായാലും നേതാക്കൾ ചോദിക്കുന്നത്. നിലവിലെന്തായാലും ഈ പുനഃസംഘടന അതിവേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുള്ളത്. നിലവിൽ ഹൈക്കമാൻഡ് ഇതിൽ കൃത്യമായി അഭിപ്രായം പറയണം എന്നൊരു നിലപാടാണ് വി.ഡി. സതീശൻ അടക്കം കഴിഞ്ഞ യോഗത്തിൽ ഉന്നയിച്ചത്. നിലവിലെന്തായാലും വലിയ കീറാമുട്ടിയായി പുനഃസംഘടനയും അതോടൊപ്പം തന്നെ ഈ പ്ലാൻ 63 വി.ഡി. സതീശന്റെ പ്ലാൻ 63 മുന്നോട്ട് പോവുകയാണ്. ലക്ഷ്മി, ഇപ്പോൾ കോൺഗ്രസിൽ തർക്കം ഏതായാലും പ്ലാൻ 63-യെ ചൊല്ലിയാണ്. ആ കാര്യത്തിൽ യു.ഡി.എഫിനകത്തും വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബിനിൽ ലീല സാബു ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.